എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 19 ശ്ലോകം 21, 22, 23, 24, 25 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. ഇത്യുക്ത്വാ നാഹുഷോ ജായാം തദീയം പൂരവേവയ ദത്വാ സ്വാം ജരസം തസ്മാത് ആദദേ വിഗതസ്പൃഹ. വിഗതസ്പൃഹ ആഗ്രഹം നശിച്ചവനായ നഹുഷപുത്രൻ ജായാം ഇതി ഉക്ത്വാ ആരെയോടെ ഈ വിധം പറഞ്ഞിട്ട് പൂരവേ പൂരുവിന് തദീയം വയ അവന്റെ യൗവനത്തെ ദത്വാ മടക്കി കൊടുത്തിട്ട് ത്വാം ജരസം സ്വകീയ ജരയെ തസ്മാത് അവനിൽ നിന്ന് ആദതേ ആദാനം ചെയ്തു. ആ വിവേകശക്തി കൊണ്ട് കൃഷ്ണയെ ജയിച്ച യയാതി ഇപ്രകാരം ദേവയാനോട് പറഞ്ഞിട്ട് ആ പുത്രനായിട്ടുള്ള പൂരുവിന് അവന്റെ യൗവനം, അദ്ദേഹത്തിന്റെ യൗവനം മേടിച്ചിട്ടാണല്ലോ ആ യൗവനം പൂരുവിന് തന്നെ മടക്കി കൊടുത്ത് അദ്ദേഹത്തിൽ നിന്ന് തന്റെ ജരയെ സ്വീകരിച്ചു. ദിശി ദക്ഷിണപൂർവസ്യാം ദ്രുഹ്യും ദക്ഷിണതോ യതും പ്രതീച്യാം ദുർവസും ചക്ര ഉദീച്യാം അനുമീശ്വരം ഭൂമണ്ഡലസ്യ സർവസ്യ പൂരും അർഹത്തമം വിശാം അഭിഷിച്ചാഗ്രജാന്തസ്യ വശേ സ്ഥാപ്യ വനം യയൗ. ദക്ഷിണപൂർവസ്യാം ദിശി തെക്ക് കിഴക്കേ ദിക്കിൽ ദ്രുഹ്യുവിനെയും ദക്ഷിണത തെക്കിൽ യദുവിനെയും പ്രതീക്ഷ്യാം പടിഞ്ഞാറിൽ തുർവസുവിനെയും ഉദീച്യാം വടക്കിൽ അനുവിനെയും ഈശ്വരം ചക്രെ രാജാവാക്കി ചെയ്തു. വിശാം അർഹത്തമം മനുഷ്യരിൽ വെച്ച് ഏറ്റവും അർഹനായിരിക്കുന്ന പൂരുവിനെ സർവസ്യ ഭൂമണ്ഡലസ്യ സർവഭൂമണ്ഡലത്തിന്റെയും ഈശ്വരം അഭിഷിച്ച ചക്രവർത്തിയായി അഭിഷേകം ചെയ്തിട്ട് അഗ്രജന്മാരെ തസ്യ വശേ സ്ഥാപ്യ അദ്ദേഹത്തിന്റെ അധീനത്തിൽ സ്ഥാപിച്ച് വനം യയൗ വനത്തെ പ്രാപിച്ചു. ആ വിരക്തനായിട്ടുള്ള യയാതി കാട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ പോകുന്നതിന് മുമ്പ് തെക്ക് കിഴക്ക് ദിക്കില്, അതായത് അഗ്നികോളില് ആ സ്ഥലമൊക്കെ ദ്രുഹ്യുവിനെ ഏൽപ്പിച്ചു. തെക്ക് ദിക്കില് യദുവിനെ ഏൽപ്പിച്ചു. പടിഞ്ഞാറ് ദിക്കില് തുർവസുവിനെയും വടക്കു ദിക്കിൽ അനുവിനെയും അധിപന്മാരാക്കി നിശ്ചയിച്ചിട്ട് പിതാവായ തന്റെ ആജ്ഞയെ പരിപാലിക്കുക മുതലായ ഉത്കൃഷ്ട ഗുണമുള്ളതിനാൽ മനുഷ്യവർഗത്തിൽ വെച്ച് തന്നെ അത്യന്തം ശ്രേഷ്ഠനും പൂജ്യനുമായ പൂരുവിനെ, ഏറ്റവും താഴെയാണ് പൂരു അല്ലെ, വയസ്സുകൊണ്ട് കനിഷ്ഠനാണെങ്കിലും ഗുണാധിക്യം നിമിത്തം അഖില ഭൂമണ്ഡലത്തിന്റെ അധിപനായ ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്തു. പൂരുവിനെ ചക്രവർത്തിയായി, വേട്ടന്മാരെയൊക്കെ അദ്ദേഹത്തിന്റെ കീഴിലാക്കി, ഇവർക്കെല്ലാം പാകം ചെയ്തു കൊടുത്തു. പക്ഷേ ആ ഗുണം ഏറ്റവും പൂജനായ, അത്യന്തം ശ്രേഷ്ഠനും പൂജനുമായ പൂരുവിനെ ചക്രവർത്തിയാക്കിയിട്ട് അദ്ദേഹത്തിന്റെ കീഴിലാക്കി ജ്യേഷ്ഠന്മാരെ എല്ലാം. അങ്ങനെ നിശ്ചയിച്ചിട്ട് യയാതി മഹാരാജാവ് വനത്തിലേക്ക് പോയി തപസ്സിനായിട്ട്. ആസേവിതം വർഷപൂഗാൻ ഷഡ്വർഗം വിഷയേഷു ക്ഷണേന മുമുജേനീഡം ജാതപക്ഷൈവ ദ്വിജ. വിഷയേഷു വിഷയങ്ങളിൽ, വർഷപൂഗാൻ ആസേവിതം വർഷസമൂഹങ്ങളിൽ അത്യന്തം സേവിച്ച ഷഡ്വർഗം ഇന്ദ്രിയ സുഖത്തെ, ജാതപക്ഷ ജാതങ്ങളായ പക്ഷങ്ങളോടുകൂടിയ, ദ്വിജ നീടം ഇവ പക്ഷിക്കൂടിനെ എന്ന പോലെ സ അദ്ദേഹം ക്ഷണേന മുമുജെ ക്ഷണത്തിൽ മോചിച്ചു. അനേക കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ആ വിഷയേന്ദ്രിയ സുഖത്തില് വിരക്തനായ യയാതി, ചിറകുകൾ മുളച്ചു പറക്കാൻ ശക്തനായ പക്ഷി കൂട്ടിൽ നിന്ന് വിട്ടുപോകുന്ന വിധത്തില് അങ്ങനെ വിഷയസുഖങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു. വിവേക വൈരാഗ്യങ്ങളാകുന്ന 2 ചിറകുകളുടെ സഹായം കൊണ്ട് മുമുക്ഷു വിഷയതൃഷ്ണ രൂപമായ കൂട്ടിൽ നിന്ന് വിട്ടുപോകണം. അപ്പൊ മാത്രമേ സ്വതന്ത്രനായിട്ട് വരുള്ളൂ എന്ന്. അതാണ് അതിന്റെ സാരം. തത്ര നിർമുക്ത സമസ്ത സംഘ ആത്മാനുഭൂത്യ വിദുതത്രിലിംഗ പരേ അമലേ ബ്രഹ്മണി വാസുദേവേ ബ്രഹ്മണി വാസുദേവേ ലേഭേ ഗതിം ഭാഗവതിം പ്രതീത.
ആത്മാനുഭൂതി, ആത്മാവിന്റെ അനുഭൂതി കൊണ്ട് വിധുത ത്രിലിംഗ തള്ളിക്കളയപ്പെട്ട ത്രിഗുണ കാര്യങ്ങളോടുകൂടിയവനും നിർമുക്ത സമസ്ത സംഘ നിശേഷം മോചിക്കപ്പെട്ട സകല ചേർച്ചകളോടുകൂടിയവനും പ്രതീത പ്രഖ്യാതനുമായ സ അദ്ദേഹം, അതായത് യയാതി വാസുദേവൻ എന്ന പേരോടുകൂടിയും ആമലെ നിർമ്മലനുമായിരിക്കുന്ന പരേ ബ്രഹ്മണി പരബ്രഹ്മത്തിൽ ഭഗവതിം ഗതിം ഭഗവത് ഭക്തിയാൽ ലഭ്യമായ ഗതിയെ ലഭിച്ചു. ആത്മസാക്ഷാത്കാരമുണ്ടായതുകൊണ്ട് ആ ത്രിഗുണ കാര്യങ്ങളായ ദേഹേന്ദ്രിയ അന്തഃകരണങ്ങളില് ഇതിൽ നിന്നൊക്കെ അന്യാണ് താൻ എന്ന് ധരിച്ചതുകൊണ്ട് അതുവരെ ഉണ്ടായിരുന്ന സകല ബന്ധങ്ങളിൽ നിന്നും മുക്തനായി അദ്ദേഹം. അങ്ങനെ ഇതിൽ നിന്നെല്ലാം മുക്തനും പ്രഖ്യാതനുമായ യയാതി മഹാരാജാവ് എല്ലാറ്റിൽ നിന്നും വിട്ടിരിക്കുന്നത് കൊണ്ട് പരിശുദ്ധവും സർവോത്കൃഷ്ടവും വാസുദേവൻ എന്ന് പറയപ്പെടുന്നതുമായ ആ പരബ്രഹ്മത്തിൽ ഭഗവത് ഭക്തി കൊണ്ട് മാത്രം ലഭിക്കാൻ കഴിയുന്ന ആ ശാശ്വത ശാന്തി രൂപഗതിയെ പ്രാപിച്ചു. ശാശ്വതമായിട്ടുള്ള ശാന്തി എവിടെ കിട്ടുക? ഭഗവാന്റെ പാദത്തിൽ, ഭഗവാൻ പരബ്രഹ്മത്തിൽ മാത്രം അല്ലേ? അങ്ങനെയുള്ള ആ ശാശ്വത ശാന്തി രൂപത്തിൽ അദ്ദേഹം വിലയം പ്രാപിച്ചു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.